നമസ്കാരം. മൂന്ന് മുന്നണികളും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. 1-19 എന്ന വലിയ കൂട്ടത്തോൽവിയിൽ നിന്ന് മെച്ചപ്പെടാനാകുമെന്ന് CPM അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ 19-1 പോലെ സ്കോർ കാർഡ് എളുപ്പമല്ലെന്ന് കരുതുമ്പോഴും എല്ലാം ഒത്തുവന്നാൽ 20 വാരാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കേരളത്തിൽ താമര വിരിഞ്ഞു കിട്ടുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. തിരിച്ചാണ് ഫലമെങ്കിൽ മുന്നണികളിലും പാർട്ടികളിലും വലിയ ചലനങ്ങൾ ഉണ്ടാകാം. കേരള കോൺഗ്രസ് LDFിലേക്ക് കൊണ്ടുവരാൻ CPMന് പ്രേരണയായത് 2019 വൻ പ്രഹരമാണ്. 1/4 നൂറ്റാണ്ട് പുറത്തുനിന്ന INLനായി ഇടതുമുന്നണിയുടെ വാതിൽ തുറന്നതും ആ തോൽവി തന്നെയാണ്. വീണ്ടും തിരിച്ചടി സംഭവിച്ചാൽ ആരെ കൂട്ടാനാകും CPM ശ്രമിക്കുക? തോറ്റു നിൽക്കുന്ന പാർട്ടിയുടെ ആഗ്രഹങ്ങൾക്കൊത്ത് മുസ്ലിം ലീഗ് ചാഞ്ചാടുമോ? ജനവിധി പുറത്തു വന്നപാടെ സംഭവിക്കാൻ പോകുന്നതല്ലെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി ഈ നിലയ്ക്കാകാം. LDF മോഹിക്കുന്നത് 8 മുതൽ മുകളിലേക്കുള്ള സീറ്റാണ്. അവരുടെ മോഹത്തിന് അതിരില്ല എന്നുള്ളതാണ്. 10-ലേറെ എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവചിച്ചിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടേം നിബന്ധന പറഞ്ഞ് വമ്പൻ നേതാക്കളെ മത്സരരംഗത്ത് നിന്ന് CPM ഒഴിവാക്കിയിരുന്നു. അത് പിണറായിയുടെ തന്ത്രമായിരുന്നു. മന്ത്രിസഭാ രൂപീകരണം വന്നപ്പോൾ 1-ാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് മുഖ്യമന്ത്രിയല്ലാതെ ആരും വേണ്ടെന്ന് തീരുമാനിച്ചു. തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെന്ന പേരിൽ എളമരം കരീമിനെയും K രാധാകൃഷ്ണനെയും മാറ്റി നിർത്തി. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ നേരത്തെ വെട്ടിയൊതുക്കപ്പെട്ട ഐസക്കിനെയും ശൈലജയെയും സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തായ എളമരത്തെയും രാധാകൃഷ്ണനെയും രംഗത്തിറക്കി. ഈ പ്രമുഖർക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തിളക്കം കെടുത്തുന്ന തോൽവി പിണഞ്ഞാൽ CPMൽ ആരായിരിക്കും അതിനുത്തരവാദി? പരിചയസമ്പത്തുള്ളവരെ പുറത്തു നിർത്തി മന്ത്രിസഭ രൂപീകരിച്ചതുകൊണ്ട് എന്തു ഗുണമുണ്ടായി എന്ന ചോദ്യം പാർട്ടിയിൽ ചർച്ച ചെയ്യാം. പ്രമുഖരെ ഒഴിവാക്കി 8 പുതുമുഖങ്ങളെ നിറച്ച സെക്രട്ടേറിയറ്റിലെ പല അംഗങ്ങളുടെയും ആധികാരികത സംബന്ധിച്ച് പാർട്ടിക്കകത്ത് വിമർശനങ്ങൾക്ക് ചൂടേറാം. ഈ തീരുമാനങ്ങളുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വന്നേക്കാം. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന വിലയിരുത്തൽ ആ ചർച്ചയ്ക്ക് ബലം പകർന്നേക്കാം. എന്നാൽ 5 അതിനു മുകളിലോ സീറ്റുകളിലേക്കുള്ള പ്രകടനം നവകേരള സദസ്സു തൊട്ട് LDF പ്രചരണ രഥം ഒറ്റയ്ക്ക് തെളിച്ച മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ ആശ്വാസം പകർന്നു എന്നും വരാം. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. കാരണം ഒരു സീറ്റിൽ പോലും LDFന് വിജയമുണ്ടാകാൻ സാധ്യതയില്ല. KPCC പ്രസിഡന്റ് സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി ഒതുങ്ങി പ്രവർത്തിച്ച പശ്ചാത്തലത്തിൽ UDFന്റെ നേട്ടത്തിനും കോട്ടത്തിനും മുഖ്യ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാകും. 20 പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും പലതവണ വിളിച്ചുകൂട്ടി മണിക്കൂറുകൾ എടുത്ത് സതീശൻ നടത്തിയ തയ്യാറെടുപ്പിൻ്റെയും പ്രശ്ന പരിഹാര നീക്കങ്ങളുടെയും ഫലം 4-ാം തീയതി അറിയാം. ഡൽഹിയിൽ അവസാന മണിക്കൂറുകളിൽ ഉണ്ടായ മാറ്റങ്ങൾക്ക് നേതൃത്വത്തിൽ നിന്ന് മുൻകൈ എടുത്തതിൽ ഒരാളാണ് സതീശൻ. ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിച്ചേ തീരുവെന്ന് നിലപാടെടുത്ത ചെന്നിത്തലയ്ക്ക് മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിനോടും ഷാഫി പറമ്പിലിനെ വടകരയിൽ ഇറക്കുന്നതിനോടും യോജിപ്പുണ്ടായിരുന്നില്ല. CPM ആഗ്രഹിക്കുന്ന 8 മുതൽ 10 സീറ്റുകളിലേക്ക് LDF സീറ്റ് നില ഉയർന്നാൽ ജൂൺ 10 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനം പ്രതിപക്ഷ നേതാവിന് കടുകട്ടിയാകും. അതല്ല, തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും പിന്നാലെ ലോക്സഭയിലേക്കും വൻ വിജയം നേടിയാൽ അത് സതീശന് ഇനിയും ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയുമാകാം. കണ്ണൂർ സീറ്റിൽ അടിതെറ്റിയാൽ അത് പാർട്ടിക്കും സുധാകരനും നിസ്സാരമല്ലാത്ത തിരിച്ചടിയാകും. 2004 IFDP സ്ഥാനാർത്ഥിയായ PC തോമസ് മൂവാറ്റുപുഴയിൽ അട്ടിമറി ജയം നേടിയതൊഴിച്ചാൽ NDAക്ക് കേരളത്തിൽ നിന്ന് ലോക്സഭാ അംഗം ഉണ്ടായിട്ടില്ല. BJP താമര വിരിയുമെന്ന മോഹത്തിലാണ്. തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ ആണ് കാവിക്കൊടി പാറുന്നതെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ആശങ്കപ്പെടാനുമുണ്ടാകും. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന നേതൃത്വത്തെ ഗൗനിക്കുന്നവരല്ല. കേന്ദ്ര നേതാക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇരുവരുമായും കേരള നേതൃത്വം നല്ല ബന്ധത്തിലുമല്ല.
NDA വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ നിന്ന് ജയിക്കുന്നവർ മന്ത്രിസഭയിലെത്തും. സംസ്ഥാന BJPയിലെ പുതിയ അധികാര കേന്ദ്രങ്ങളായി അവർ മാറുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിയാനാണ് സാധ്യതയെന്നിരിക്കെ പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ ഇവർക്ക് റോൾ ഉണ്ടാകും. എന്തായാലും കേരളത്തിൽ താമര വിരിയും എന്നാണ് പല സർവേ ഫലങ്ങളിലും പുറത്തു വന്നിരിക്കുന്നത്. അത് സംസ്ഥാന നേതൃത്വത്തിലും മാറ്റം സംഭവിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും BJP സംസ്ഥാന അധ്യക്ഷനും ഒരുപോലെ പ്രധാനമാണ്. എന്തായാലും മൂന്ന് മുന്നണികളിലും തുടർചലനങ്ങൾ ഉറപ്പാണ്.